ഞങ്ങളൊക്കെ കൗമാരവും യൗവനവും വിട്ട കാലത്ത് മനസ്സിലെ സ്വപ്നങ്ങളും ചിന്തകളും അല്ലെങ്കിൽ മറികടക്കേണ്ടത് ജീവിത പരിമിതികളിൽ നിന്നായിരുന്നു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളിൽ നിന്നായിരുന്നു, കഷ്ടപ്പാടുകളിൽ നിന്നായിരുന്നു, ചിലയിടങ്ങളിലൊക്കെ പട്ടിണിയിൽ നിന്നായിരുന്നു. നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്നുള്ളൊരു മോചനം, ചോർച്ചയില്ലാത്തൊരു വീട്, അത്യാവശ്യ സൗകര്യങ്ങൾ, ഇത്തരം ചിന്തകളൊക്കെയാണ് അന്നത്തെ കൗമാരങ്ങളെ മനസ്സിനുള്ളിൽ വേട്ടയാടിക്കൊണ്ടിരുന്നത്. അത് സിനിമാ തിയേറ്ററിൽ ഇരിക്കുമ്പോഴും പറമ്പിലിരിക്കുമ്പോഴും കോളേജിലിരിക്കുമ്പോഴും എല്ലാം മനസ്സിൻ്റെ ഉള്ളിൽ അതൊരു ഭാരമായി തന്നെ അങ്ങനെ നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ പലരും ഒക്കെ പലതിനും ക്ഷണിക്കുമ്പോഴും ഉള്ളിൽ ഇത്തരമൊരു ചിന്തയാണ് നമ്മളെ പിടിച്ചു നിർത്തി മുന്നോട്ട് കൊണ്ടുപോയത്. വലിയ കോടീശ്വരനൊന്നും ആയില്ലെങ്കിലും അന്ന് സ്വപ്നം കണ്ടതൊക്കെയും ഉടയ തമ്പുരാൻ്റെ കൃപയാൽ എത്തിച്ചേരാൻ സാമാന്യേന ആ കഷ്ടപ്പാടുകാരിൽ നല്ലൊരു ശതമാനം പേർക്കും കഴിഞ്ഞു എന്നതാണ് സ്ഥിതി. ഞാൻ ഈ കഥ ഇപ്പോഴത്തെ കൗമാരക്കാരോടാണ് പറയുന്നത്. 25 വയസ്സ് വരെ നിങ്ങൾക്ക് ആൺകുട്ടികൾക്ക് 2 വീലറിനെയും മൊബൈലിനെയും അതിജീവിക്കാനായാൽ നിങ്ങൾ ജീവിതത്തിൻ്റെ ഒരു വലിയ കടമ്പ കടന്നു എന്ന് കരുതാം. അതിനു മുമ്പ് അതിൽ തട്ടി വീഴാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ്. അപ്പോൾ ചോദിക്കും, ആ പ്രായം കഴിഞ്ഞുള്ളവർ അതിൽ വീഴുന്നത് ചിലപ്പോൾ ഒരു അപമാനം അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഗതികളൊക്കെ ആയിരിക്കും. അതൊരു സമ്പൂർണ്ണ ജീവിത തകർച്ച അല്ലെങ്കിൽ ജീവിത അവസാനമായി മാറില്ല. പക്ഷേ ഇത് സംഭവിക്കുന്നത് മുഴുവൻ ഈ പ്രായത്തിലാണ് എന്നതാണ് സ്ഥിതിവിശേഷം. 25 വയസ്സ് വരെ നിങ്ങൾക്ക് മൊബൈലിനെയും 2 വീലറിനെയും അതിനുള്ളിലെ സാഹസികതയും നിങ്ങളുടെ ഉള്ളിലെ പ്രേരണകളെയും നിങ്ങൾക്ക് മറികടക്കാനായാൽ നിങ്ങൾ വിജയിച്ചു. അതല്ല, നിങ്ങൾ ആ വികാരത്തിൽ ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ നിങ്ങൾ തകർന്ന് മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ ഈ 10, 20, 22 വയസ്സുള്ള കുട്ടികൾ, 18, 19, 20 ആ പ്രായത്തിലുള്ളത്, അവർ 6 പേർ 3 ബൈക്കുകളിൽ ഒരു പ്രദേശത്ത് ചെല്ലുന്നു. ഒരു ബൈക്കിലുള്ളവർ ഇരുന്ന് റീൽസ് എടുക്കുന്നു. മറ്റുള്ള 2 പേരും ആ റീൽസ് എടുക്കുന്നതിന് വേണ്ടി ബൈക്ക് കുതിപ്പിക്കുന്നു, ചാടിക്കുന്നു, തമ്മിൽ ചേർത്ത് വരുന്നത് പോലെ വെക്കുന്നു. ഇതൊന്നും കണ്ടിന്ന് മുതിർന്നവരാരും നിങ്ങളെ വഴക്ക് പറയാനൊന്നും വരില്ല. കാരണം അവർക്ക് നിങ്ങളെ ഭയമാണ്. അതിലൊന്നും ഇടപെടണ്ട, അതൊക്കെ മയക്കുമരുന്നും കഞ്ചാവുമാണ്. നിങ്ങളും അതുപോലെ തന്നെ ഒരു മുതിർന്ന ആൾ വന്ന് എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ നീ ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരു ഭാഷ്യമാണ് തിരിച്ചുള്ളത്. പണ്ടൊന്നും ഞങ്ങളുടെ കൗമാരത്തിലും യൗവനത്തിലൊന്നും അങ്ങനെ ആയിരുന്നില്ല. മുതിർന്നവർ അടുത്തേക്ക് വരുമ്പോൾ ഒരു ഉൾഭയമുണ്ടായിരുന്നു. നിങ്ങൾക്കിന്ന് ആ ഉൾഭയമില്ല. നിങ്ങൾ നിർഭയരാണ്. ചിലപ്പോഴാണെങ്കിൽ ഈ ബൈക്ക് ഓടിക്കുന്ന ആൾ തന്നെ മൊബൈൽ വെച്ചാണ് റീൽസ് എടുക്കുന്നത്. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഇതുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു. ഇവരുടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ തമ്മിൽ കൊരുക്കുന്നു. നിലമ്പാടടിച്ച് തെറിച്ച് 2 ദിശയിലേക്ക് പോയി പോസ്റ്റിലടിച്ച് ഒരാൾ തൽക്ഷണം മരിക്കുന്നു, ഒരു മകൻ. ബാക്കി 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രികളിലാണ്. 2 ആൺമക്കളുള്ള വീട്ടിലെ ഒരു മകൻ്റെ കഥയാണ് പറഞ്ഞത്. അവരുടെ മാതാവും പിതാവും അല്ലെങ്കിൽ അപ്പൂപ്പനും ഒന്നും ഈ ജീവിതം ജീവിച്ചവരോ ഇങ്ങനെ ആസ്വദിച്ചവരോ കാണിച്ചവരോ ഒന്നുമല്ല. അവരൊക്കെ അവരുടെ ചെറിയ പ്രായത്തിലെ കഷ്ടപ്പെട്ടും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുമൊക്കെ ജീവിതത്തിൽ കയറി വന്നവരാണ്. പക്ഷേ അത് ചെന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. ഒരാൾ മരണപ്പെട്ടു, ആ ആളുടെ ജീവിതം എന്നേക്കുമായി അവസാനിക്കുന്നു. അത് കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ഇന്നലെയൊക്കെ ഒരുപാട് കുട്ടികളുടെ സ്റ്റാറ്റസ് മുഴുവൻ ആ മകൻ്റെ ചിത്രമാണ്. ഇനി ആ കിടക്കുന്നവർ എത്ര കാലം, എന്തെല്ലാം തരത്തിൽ, അങ്ങനെ എവിടെയെല്ലാം കിടക്കുന്നു, ആരന്വേഷിക്കുന്നു? ചികിത്സിക്കാൻ കാശുണ്ടോ? ചികിത്സിക്കാൻ ഏത് ആശുപത്രികളിലെ സാമ്പത്തികം, എത്ര വസ്തു വിറ്റാൽ, എത്ര ഇൻഷുറൻസ് എടുത്താൽ മതിയാവും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളെ വീട്ടിൽ നിയന്ത്രിക്കുന്നത് കൊണ്ട് കാര്യമുണ്ടോ? നിങ്ങളെ വീട്ടിൽ ഈ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് ബൈക്കിൽ പോകുന്നില്ല, പുറത്തേക്കിറങ്ങി വേറൊരാളുടെ ബൈക്ക് കാണുമ്പോഴാണ് കയറുന്നത്. എൻ്റെ വാഹനത്തിൻ്റെ മുന്നിലൂടെ പോകുന്ന എല്ലാ 25 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 27, 28 വയസ്സിന് താഴെയുള്ളവരുടെ ബൈക്കിലെല്ലാം 3 പേരുണ്ടാവും. ഹെൽമെറ്റൊന്നുമില്ല. ഇപ്പോൾ പുതിയ ദേശീയപാതയുടെ പണി നടക്കുന്നതുകൊണ്ട് എങ്ങും ക്യാമറകളില്ല. ഉൾപ്രദേശങ്ങളിൽ വെച്ച ക്യാമറകളും ഏതെല്ലാമാണ് ഡെഡായിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയാം. ഇനി അതില്ലാത്ത സ്ഥലങ്ങളിൽ നോക്കിപ്പോയി നിന്നാണ് ഇത്തരം അഭ്യാസങ്ങൾ കാണിക്കുന്നത്. വേറൊരു നിർവാഹവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുക മാത്രം ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. ഇത് അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങൾ, ബാക്കി നിങ്ങളുടെ അക്കാഡമിക് ബ്രില്യൻസും അതിൻ്റെ ഔട്ട്പുട്ടും ഒക്കെ വന്നോളും. പക്ഷേ ഈ 2 കാര്യങ്ങൾ, ഇത് ഞാൻ ഇന്നലെ സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അവൻ്റെ റോഡിൻ്റെ സൈഡിലാണ്, ചെറിയൊരു മെയിൻ റോഡ് അല്ലാത്തൊരു റോഡിൻ്റെ സൈഡിലാണ് അവൻ്റെ വീട്. അവൻ പറയുന്നത് രാത്രിയൊക്കെ ഞെട്ടി ഉണർത്തേണ്ടതെന്നാണ്, പടക്കം പൊട്ടുന്ന പോലത്തെ സൗണ്ട് കേട്ട്. നിങ്ങൾ ആരെ തോൽപ്പിക്കാൻ പോവുകയാണ്? ആരെ തോൽപ്പിക്കാൻ? കഷ്ടമാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ, മക്കളെയോ, ഇതൊക്കെ പഴഞ്ചൻ കഥകളായിട്ട് തോന്നും. പക്ഷേ പഴന്തുണി ഒടുവിൽ എവിടെയെങ്കിലുമൊക്കെ തിരികെ വെച്ചുകൊണ്ട് കിടക്കേണ്ടി വരുമ്പോഴേ ഇത് ഓർക്കുള്ളൂ. തൽക്കാലം അത്രയും പറയാം.